Good morning. Today we are going to discuss about the topic solid waste and its disposal. ആദ്യം നമുക്ക് സോളിഡ് വേസ്റ്റ് എന്നാൽ എന്താണ് എന്ന് നോക്കാം. സോളിഡ് വേസ്റ്റ് ഹ്യൂമൻ ആൻഡ് അനിമൽ തുടങ്ങിയവയുടെ ആക്ടിവിറ്റിയുടെ ഫലമായി ഉപയോഗശൂന്യമായ വസ്തുക്കൾ ഉപേക്ഷിക്കുന്നു. ഇവയെ നമ്മൾ സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നു. Solid waste includes household, industries, hospitals, etc. ഇവയിൽ നിന്നൊക്കെ ലഭിക്കുന്ന വേസ്റ്റുകളെ നമ്മൾ സോളിഡ് വേസ്റ്റിൽ ഇൻക്ലൂഡ് ചെയ്യുന്നു. ഇതിനെ ഹസാഡസും കെമിക്കലായിട്ടുള്ള വേസ്റ്റുകളും ഉണ്ടാവും. അങ്ങനെയുള്ള വേസ്റ്റുകൾക്കപ്പോൾ സ്പെഷ്യലായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് വേണ്ടി വരും. ലൈക്ക് സെഗ്രഗേഷൻ, അതിൻ്റെ ഡിസ്പോസൽ മെത്തേഡ്, ഇതിനൊക്കെ സെപ്പറേറ്റ് മെത്തേഡ് തന്നെ യൂസ് ചെയ്യേണ്ടി വരും സോളിഡ് വേസ്റ്റിൻ്റെ ടൈപ്പിനനുസരിച്ചിട്ട്. വിത്ത് ഇൻക്രീസിങ് അർബനൈസേഷൻ ആൻഡ് ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ, ഈ രണ്ട് കാരണങ്ങളാണ് ഏറ്റവും കൂടുതൽ സോളിഡ് വേസ്റ്റ് ജനറേറ്റ് ചെയ്യാനുള്ള കാരണമാകുന്നത്. ഈ റെക്കോർഡുകൾ തന്നെ പറയുന്നുണ്ട്, പെർ ഡേ 6000 ടൺ സോളിഡ് വേസ്റ്റ് ജനറേറ്റഡ് പെർ ഡേ കേരളത്തിൽ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഈ സ്ലൈഡ് കാണിക്കുന്നത് മനുഷ്യൻ്റെ ഇവല്യൂഷനും അതിനുശേഷം മനുഷ്യൻ എങ്ങനെയാണ് പ്രകൃതിയോട് പെരുമാറുന്നത് എന്ന് നമുക്ക് ഈ പിക്ചറിലൂടെ തന്നെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ലൈക്ക് സോളിഡ് വേസ്റ്റ് ത്രോ ടു സീ ഏരിയാസ്. സോളിഡ് വേസ്റ്റിൻ്റെ എക്സാമ്പിളാണ് നെക്സ്റ്റ് ഇതിലുള്ളത്. അതിന് സോളിഡ് വേസ്റ്റിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾസാണ് ഗാർബേജസ്, റബ്ബിഷ്, ഡെഡ് ആനിമൽസ്, ലാർജ് വേസ്റ്റ്, ടയർസ്. ഇതൊക്കെയാണ് സോളിഡ് വേസ്റ്റിൻ്റെ എക്സാമ്പിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ടൈപ്സ് ഓഫ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റ് മെയിനായിട്ട് 3 ടൈപ്പാണുള്ളത്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, ഹസാഡസ് സോളിഡ് വേസ്റ്റ്, മെഡിക്കൽ സോളിഡ് വേസ്റ്റ്. ആദ്യം നമുക്ക് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്നാൽ എന്താണെന്ന് നോക്കാം. നമ്മൾ യൂസ് ചെയ്ത് ത്രോ ചെയ്യുന്ന എല്ലാ ഐറ്റംസും മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ വരും. ലൈക്ക് it consisting of household waste, construction waste, demolition debris എന്നിവയെല്ലാം ഈ മുനിസിപ്പൽ വേസ്റ്റിൽ വരും. അതായത് ഹൗസ് ഹോൾഡ് വേസ്റ്റിൽ നിന്നും കൺസ്ട്രക്ഷൻ വേസ്റ്റിൽ നിന്നും ഇപ്പോൾ വീടുകളൊക്കെ കെട്ടുന്നതിൻ്റെ അവശിഷ്ടങ്ങൾ, ഇതെല്ലാം ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ ഉണ്ടാവും. ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് അർബനൈസേഷനും ചേഞ്ചിങ് ലൈഫ് സ്റ്റൈൽ ആൻഡ് ഫുഡ് ഹാബിറ്റ്സ്. ഇതൊക്കെയാണ് മെയിനായിട്ടും ഈ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് കൂടാനുള്ള കാരണമെന്ന് പറയുന്നത്. അടുത്ത സ്ലൈഡ്, ക്ലാസിഫിക്കേഷൻ ഓഫ് മുനിസിപ്പൽ വേസ്റ്റ്. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ നമുക്ക് രണ്ടായി ക്ലാസിഫൈ ചെയ്യാം. ബയോഡിഗ്രേഡബിൾ എന്നും ബയോഡിഗ്രേഡബിൾ എന്നും. ബയോഡിഗ്രേഡബിളിൽ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, പൾസ്, ക്ലോത്ത്സ് എക്സെട്രാസ് ഒക്കെയാണ് ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. നോൺ ബയോഡിഗ്രേഡബിൾ ആയിട്ടുള്ള സോളിഡ് വേസ്റ്റ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ പ്ലാസ്റ്റിക്, അയൺ, ടയേഴ്സ്, ഗ്ലാസസ്, മെറ്റൽസ്, ഇവയെല്ലാം തന്നെ മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൽ നോൺ ബയോഡിഗ്രേഡബിൾ ആണ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. സോഴ്സസ് ഓഫ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിൻ്റെ സോഴ്സസ് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഇതിൽ ഫുഡ്, യാർഡ് ട്രിമ്മിങ്, വുഡ്, റബ്ബർ, പ്ലാസ്റ്റിക്സ് എന്നിവയൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത്. ഇതിൻ്റെ ഒപ്പം തന്നെ അതിൻ്റെ പേഴ്സൻറ്റേജ് എത്ര പേഴ്സൻറ്റേജ് ഉണ്ട് എന്നാണ് കാണിക്കുന്നത്. ഈ പിക്ചറിൽ ഒരു ചെറിയ മിസ്റ്റേക്ക് എന്ന് വെച്ചാൽ പേഴ്സൻറ്റേജ് 2 എണ്ണമായിട്ട് കാണിക്കുന്നുണ്ട്. ഒരെണ്ണേ ഉള്ള സംഭവം ചെയ്തതിൻ്റെ മിസ്റ്റേക്കാണ്, സോറി ഫോർ ദാറ്റ്. ഇതാണ് അതിൻ്റെ സോളിഡ് വേസ്റ്റിൻ്റെ സോഴ്സസ് എന്ന് പറയുന്നത്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിൻ്റെ സോഴ്സസ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഹസാഡസ് വേസ്റ്റ്. ഹസാഡസ് വേസ്റ്റ് എന്ന് വെച്ചാൽ ദ വേസ്റ്റ് ക്യാൻ കോസസ് ഹാം ടു ഹ്യൂമൻ, അനിമൽ ആൻഡ് എൻവയോൺമെൻറ്റ്. അതായത് മനുഷ്യൻ്റെയും പ്രകൃതിയുടെയും നിലനിൽപ്പിന് അപകടകരമാകുന്ന വേസ്റ്റുകളെയാണ് നമ്മൾ ഹസാഡസ് വേസ്റ്റ് എന്ന് പറയുന്നത്. ഈ വേസ്റ്റിൽ ടോക്സിക് സബ്സ്റ്റൻസ് ജനറേറ്റ് ചെയ്യുന്നു. ഹസാഡസ് വേസ്റ്റ് എന്നുള്ളതിനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് പറയുന്നുണ്ട്. അതായത് ബേസിക് ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ടോക്സിക് വേസ്റ്റ് ആയിരിക്കും. ഒബ്വിയസ്ലി ഇവയിൽ വിഷാംശം അടങ്ങിയിരിക്കുന്ന വേസ്റ്റ് ആയിരിക്കും. അതുകൊണ്ടാണ് ഇതിനെ ടോക്സിക് വേസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ക്യാരക്ടറിസ്റ്റിക് പറയുന്നത് റിയാക്റ്റീവ് വേസ്റ്റസ് ആണ്. അതായത് ഇതിന് പ്രതിപ്രവർത്തന ശേഷി കൂടുതലായിരിക്കും.
ഒരു വേസ്റ്റ് മണ്ണിലിട്ടിട്ട് വായുവായിട്ടോ വെള്ളമായിട്ടോ അലിഞ്ഞു ചേരുമ്പോൾ അതിൻ്റെ റിയാക്റ്റീവ് നേച്ചർ മൂലം പൊട്ടിത്തെറിക്കുക അല്ലെങ്കിൽ എക്സ്പ്ലോഡിങ്ങിനുള്ള കാരണമാകുന്നു. അടുത്ത ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇൻഫെക്റ്റിയസ് വേസ്റ്റ്. അതായത് ഇത് ഹോസ്പിറ്റലിൽ നിന്നുള്ള വേസ്റ്റിനെയാണ് ഇൻഫെക്റ്റീവ് നേച്ചർ കൂടുതലുള്ളത്. ഇനി അടുത്തതാണ് കൊറോസീവ് വേസ്റ്റ്. കൊറോസീവ് എന്ന് വെച്ചാൽ ദ്രവിക്കുക. അതായത് ഈ വേസ്റ്റുകൾ, ഹസാഡസ് വേസ്റ്റുകൾ മണ്ണിൽ ദ്രവിച്ചതിന് ശേഷം അതിൻ്റെ ബയോകെമിക്കൽസ് റിയാക്ഷൻസ് ഉണ്ടാവാറുണ്ട്. അതാണ് ഇതിൻ്റെ 4 നേച്ചർ. ഹസാഡസ് വേസ്റ്റിൻ്റെ 4 നേച്ചറാണിത്. ടോക്സിക് ആയിരിക്കും, റിയാക്റ്റീവ് ആയിരിക്കും, ഇൻഫെക്റ്റിയസ് ആയിരിക്കും, കൊറോസീവ് ആയിരിക്കും. ഇത് മനുഷ്യനെയും എൻവയോൺമെൻറ്റിലും ഹാംഫുൾ ആയിട്ടുള്ള വേസ്റ്റുകളായിരിക്കും ഹസാഡസ് വേസ്റ്റ്. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോവാം. ബയോമെഡിക്കൽ വേസ്റ്റ്. അറ്റ് പ്രസൻറ്റ് സിറ്റുവേഷൻ ഈ ബയോമെഡിക്കൽ വേസ്റ്റ് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോൾ രാജ്യത്തിൻ്റെ അവസ്ഥ എന്താണെന്ന്. മെഡിക്കൽ രംഗത്തുള്ള അവസ്ഥ എന്താണെന്ന് നമുക്ക് നന്നായിട്ട് അറിയാം. ഇതിൽ ബയോമെഡിക്കൽ വേസ്റ്റിൻ്റെ ഇത് ഡേ ബൈ ഡേ ഇൻക്രീസ് ചെയ്യണം. കാരണം ഹോസ്പിറ്റലിൽ യൂസ് ചെയ്യുന്ന ഡ്യൂറിങ് ദ ട്രീറ്റ്മെൻറ്റ് അവരെന്തൊക്കെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അതെല്ലാം ഈ വേസ്റ്റിൽ വരുന്നുണ്ട്. ലൈക്ക് നീഡിൽസ്, സിറഞ്ചസ്, ഇത് പിന്നെ ഹോസ്പിറ്റൽ ആവശ്യത്തിന് വേണ്ടി യൂസ് ചെയ്യുന്ന എല്ലാ ഐറ്റവും. ഇപ്പോൾ ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ PPT കിറ്റ് അടക്കം നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം വരുന്നതല്ലേ, അതൊക്കെ ബയോമെഡിക്കൽ വേസ്റ്റാണ്. ഈ വേസ്റ്റിന് അതുകൊണ്ട് തന്നെ ഇൻഫെക്റ്റീവ്സ് ആയിരിക്കും, ഹസാഡസ് ആയിട്ടുള്ളതായിരിക്കും മനുഷ്യനെ. ഇതിനെയാണ് ബയോമെഡിക്കൽ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇനി ഈ നമ്മൾ പറഞ്ഞു സോളിഡ് വേസ്റ്റ് എന്ന് പറയുന്നത് 3 തരത്തിലാണുള്ളത്: ഹസാഡസ്, മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. ഇനി ഇതിൻ്റെ ഡിസ്പോസൽ എങ്ങനെയാണെന്ന് നോക്കാം. ഡിസ്പോസൽ എന്നാൽ മനുഷ്യനും പ്രകൃതിക്കും ഹാംഫുള്ളായ വേസ്റ്റിനെ മാനേജ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഡിസ്പോസൽ എന്ന് പറയുന്നത്. ഇതിലൂടെ വേസ്റ്റിൻ്റെ ബയോളജിക്കൽ ആൻഡ് കെമിക്കൽ ആക്ടിവിറ്റിയെ കുറച്ച് അവയെ ഹാംഫുൾലെസ് എന്നാക്കുന്നു. അതായത് ഈ വേസ്റ്റുകളിൽ തീർത്തും ഹാം അല്ലാത്ത രീതിയിലേക്ക് ആക്കുന്നു. ഈ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. ആ മെത്തേഡ്സിൽ തന്നെ ലീഗൽ മെത്തേഡും ഉണ്ട്, ഇല്ലീഗൽ മെത്തേഡും ഉണ്ട്. നമുക്ക് ഏതൊക്കെയാണ് മെത്തേഡ് എന്ന് നോക്കാം. ഡിസ്പോസൽ 5 മെത്തേഡാണ് ഞാൻ ഇതിൽ മെയിനായിട്ട് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. സോളിഡ് വേസ്റ്റ് ഓപ്പൺ ബേണിംഗ്, സീ ഡംപിങ് പ്രോസസ്, ലാൻഡ് ഫിൽസ്, ഇൻസിനറേഷൻ മെത്തേഡ്, റിക്കവറി ആൻഡ് റീസൈക്കിൾ. നമുക്ക് ഫസ്റ്റ് സോളിഡ് വേസ്റ്റ് ഓപ്പൺ ബേണിംഗ് നോക്കാം. സോളിഡ് വേസ്റ്റ് ഈ ഐറ്റംസ് നമ്മൾ ഓപ്പൺ ഔട്ട്ഡോർ പ്ലേസിൽ ബേൺ ചെയ്യുന്നില്ലേ, ഇതിനെയാണ് സോളിഡ് വേസ്റ്റ് ഓപ്പൺ ബേണിംഗ് എന്ന് പറയുന്നത്. നമ്മളിങ്ങനെ ഓപ്പൺ ബേൺ ചെയ്യുമ്പോൾ ഒരു പ്രിക്കോഷണറി മെഷറും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് എൻവയോൺമെൻറ്റിനും ഹ്യൂമണിനും ഒരുപോലെ ഹാംഫുള്ളായിരിക്കും. ഇപ്പോൾ ജസ്റ്റ് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ അഗ്രികൾച്ചർ ലാൻഡിൽ അതിൻ്റെ വേസ്റ്റുകൾ ജസ്റ്റ് ഓപ്പണായിട്ട് ബേൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതടക്കം സോളിഡ് വേസ്റ്റ് ഓപ്പൺ ബേണിങ്ങിൽ വരും. ഈ ബേണിംഗ് ഇത് ഒരു പെർഫെക്റ്റ് മെത്തേഡല്ല. പ്രസൻറ്റ് സിനാരിയോയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സോളിഡ് വേസ്റ്റ് ഓപ്പൺ ബേണിംഗ് എന്നുള്ളത് പെർഫെക്റ്റ് മെത്തേഡല്ല. പിന്നെ അടുത്തത് ഇത് എൻവയോൺമെൻറ്റിനും അതുപോലെ തന്നെ മനുഷ്യനും റിസ്ക് ഉണ്ടാക്കുന്ന ഒരു രീതിയാണ് ഓപ്പൺ ബേണിംഗ്. പിന്നെ ഈ ഓപ്പൺ ബേണിംഗ് എന്ന് പറയുന്നത് സോയിൽ, ഗ്രൗണ്ട് വാട്ടർ, ലേക്ക്, റിവർ ആൻഡ് സ്ട്രീംസ് ഇവയ്ക്കൊക്കെ തന്നെ പൊല്യൂട്ടിങ്ങിനാവുന്ന കാരണമാകുന്നു, മലിനീകരിക്കപ്പെടുന്നു ഈ ഓപ്പൺ ബേണിംഗ് മൂലം. ഗ്രൗണ്ട് വാട്ടറിനെ ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്, സോയിലിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ്സ് എഫക്റ്റ് ദ നേച്ചർ ഓപ്പൺ ബേണിംഗ് എന്നുള്ളത്. ഈ പിക്ചർ നോക്കൂ. നമുക്ക് ഓപ്പൺ ബേണിംഗ് എന്നുള്ളത് തീർത്തും ഫെമിലിയറാണ്, നമ്മളെപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പിക്ചറാണ് ഇത്. ഓപ്പൺ ബേണിംഗ് സോളിഡ് വേസ്റ്റ് ഓപ്പൺ ആയിട്ട് ബേൺ ചെയ്യുന്നത്. അടുത്ത മെത്തേഡ് നോക്കാം, സീ ഡംപിങ് പ്രോസസ്സ്. സീ ഡംപിങ് പ്രോസസ്സ് എന്ന് പറയുന്നത് വേസ്റ്റ് ഓപ്പൺ സീയിൽ ഡംപ് ചെയ്യുന്നു. അങ്ങനെ ഡംപ് ചെയ്യുന്നത് ലൈക്ക് സ്വീവേജ് ആവാം, സ്ലഡ്ജ് ആവാം, അല്ലെങ്കിൽ വേസ്റ്റ് കെമിക്കലാവാം. ഇതൊക്കെ നമ്മൾ സീൻ്റെ ഒരു സെൻട്രൽ ഭാഗത്തേക്കൊക്കെ പോയിട്ട് അവിടെ പോയി ഡിസ്പോസ് ചെയ്യുന്നു. ഇങ്ങനെ ചെയ്യുന്നത് ഒരിക്കലും നല്ലതല്ല. പിന്നെ ഇത് കോസ്റ്റൽ സൈറ്റിൽ മാത്രമേ ഇത് പോസിബിൾ ആവുള്ളൂ. പിന്നെ ഈ മെത്തേഡ് എന്ന് പറയുന്നത് ഭയങ്കര കോസ്റ്റ്ലി ആയിരിക്കും, സീ ഡംപിങ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇത് പ്രകൃതിക്ക് ഒട്ടും ആപ്റ്റായിട്ടുള്ള മെത്തേഡല്ല.
ഇറ്റ്സ് നോട്ട് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി. അതായത് നമ്മളിങ്ങനെ ചെയ്യുന്നതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഭയങ്കരമായിരിക്കും എൻവയോൺമെൻറ്റിൽ. ലെറ്റ്സ് സീ ദിസ് പിക്ചർ. ഓപ്പൺ ഡംപിങ്, അതായത് സീ ഡംപിങ്ങിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണിത്. അതായത് നമ്മൾ സീയിൽ ഒരു ഏരിയയിൽ പോയിട്ടായിരിക്കും ഡംപ് ചെയ്യുക, പക്ഷെ അത് അടിഞ്ഞു കൂടിയിട്ട് ഇങ്ങനെ നമുക്ക് കാണാൻ പറ്റും. കരയെ ബാധിക്കുന്നു, ഇതിൻ്റെ അക്വാറ്റിക് സിസ്റ്റത്തെ ബാധിക്കുന്നു, അവിടെ വളരുന്ന മത്സ്യങ്ങളെ ബാധിക്കുന്നു. ഇതൊക്കെ ഇതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്റ്റാണ് സീ ഡംപിങ്ങിൻ്റെ. നെക്സ്റ്റ് മെത്തേഡ് എന്താണെന്ന് നോക്കാം. ലാൻഡ് ഫിൽസ്. ലാൻഡ് ഫിൽ എന്ന് പറയുന്നത് സർഫേസിൽ നിന്നും നമ്മൾ വേസ്റ്റിനെ ഒരു ഭാഗത്തേക്ക് ഐസൊലേറ്റ് ചെയ്ത് അവയെ ഭൂമിക്കടിയിൽ സിസ്റ്റമാറ്റിക്കലി ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡ്. ഈ മെത്തേഡിനെയാണ് ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. സോളിഡ് വേസ്റ്റ് ഭൂമിക്കടിയിൽ സിസ്റ്റമാറ്റിക്കൽ രീതിയിൽ ഡിസ്പോസ് ചെയ്യുന്ന മെത്തേഡാണ് ലാൻഡ് ഫിൽസ്. ഈ മെത്തേഡ് എന്ന് പറഞ്ഞു വെച്ചാൽ സിമ്പിളാണ്, ക്ലീനാണ് ആൻഡ് എഫക്റ്റീവാണ്. സോ ഈ ഭൂമിക്ക് അടിയിൽ ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടായിരിക്കും ഈ മെത്തേഡ് പ്രകാരം സോളിഡ് വേസ്റ്റ് ഡംപ് ചെയ്യുന്നത്. അങ്ങനെ ഡംപ് ചെയ്യുക എന്ന് പറയുമ്പോൾ സിസ്റ്റമാറ്റിക്കൽ രീതിയിൽ അടക്കം ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് ഭൂമിക്ക് അടിയിൽ ഡീപ്പ് ട്രഞ്ചസ് എക്സ്കവേറ്റ് ചെയ്യുന്നു, കുഴിക്കുന്നു, 3 to 5 സെൻറ്റിമീറ്റർ വരെയുള്ളത്. ഈ മെത്തേഡ് രീതിയിൽ ചെയ്യുന്നത് ഡിസ്പോസലിനെയാണ് നമ്മൾ ലാൻഡ് ഫിൽ എന്ന് പറയുന്നത്. ഇതിൻ്റെ പിക്ചർ വ്യൂ ആണ് ലാൻഡ് ഫില്ലിൻ്റെ. ഈ പിക്ചറിൽ നമുക്ക് കാണാൻ പറ്റും ഈ വേസ്റ്റ് ലെയറിൽ വെച്ചിരിക്കുന്നത് ഒരിക്കലും ഗ്രൗണ്ട് വാട്ടറിനെ ടച്ച് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അത് ഗ്രൗണ്ട് വാട്ടർ പൊല്യൂട്ട് ചെയ്യുന്നില്ല എന്ന് പറയാം. പിന്നെ ലാൻഡ് ഫില്ലിനെ ഒരു ഫൈനൽ കവർ തന്നെ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ പറ്റും. അതായത് ഓപ്പണായിട്ട് കിടക്കുന്നില്ല. പിന്നെ ഇതിനൊരു ഗ്യാസ് കൺട്രോൾ ലൈൻ നമുക്ക് നോക്കിയാൽ കാണാം സെൻറ്റർ പോർഷനിൽ. പിന്നെ ഈ വേസ്റ്റിൽ നിന്നും വരുന്ന ഔട്ട്പുട്ട്, അതായത് ഇതരിച്ച് വരുന്ന ഇതില്ലേ, അതിന് നമുക്ക് ഗ്യാസായിട്ടോ അല്ലെങ്കിൽ വളമായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ഇതാണ് ലാൻഡ് ഫിൽ മെത്തേഡ്. അതിൻ്റെ പിക്ചോറിക് വ്യൂ ആണിത്. ഇൻസിനറേഷൻ മെത്തേഡ്, ഇത് അടുത്ത മെത്തേഡാണ്. ഈ മെത്തേഡ് പ്രകാരം മുനിസിപ്പൽ സോളിഡ് വേസ്റ്റിനെ നമ്മൾ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്തിട്ട് അതിനെ അവശിഷ്ടങ്ങളെ ഗ്യാസിലൊക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതായത് വേസ്റ്റിനെ ഹൈ ടെമ്പറേച്ചറിലേക്ക് ബേൺ ചെയ്ത് അതിനെ മറ്റുള്ള പ്രൊഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ തെർമൽ ട്രീറ്റ്മെൻറ്റ് എന്നും വിളിക്കുന്നുണ്ട്. ഈ ഇൻസിനറേഷൻ മെത്തേഡ് നമുക്ക് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് റെഡ്യൂസസ് ദ വോളിയം ഓഫ് സോളിഡ് വേസ്റ്റ്. സോളിഡ് വേസ്റ്റിൻ്റെ വോളിയം എന്നുള്ളത് നമുക്ക് ഈ പ്രോസസ്സിലൂടെ കുറയ്ക്കാൻ പറ്റും. പക്ഷേ ഇതിന് ഹൈ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലാണ്. അതിന് ഈ മെത്തേഡ് ഓഫ് കൺസ്ട്രക്ഷൻ അതും കൂടുതലാണ്. ലൈക്ക് ലെയറായി തിരിക്കുക, ഈ മെത്തേഡിനെ സിസ്റ്റമാറ്റിക് രീതിയിൽ ഡിസ്പോസ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത് കൂടുതലാണ് ഇൻസിനറേഷൻ മെത്തേഡിൽ. ഇൻസിനറേഷൻ മെത്തേഡ് എന്ന് വെച്ചാൽ ഹൈ ടെമ്പറേച്ചറിൽ ബേൺ ചെയ്യുക, തെർമൽ ട്രീറ്റ്മെൻ്റ് ആണെന്ന് പറഞ്ഞു. ഇത് വോളിയം റെഡ്യൂസ് ചെയ്യുന്നു സോളിഡ് വേസ്റ്റിൻ്റെ. പിന്നെ ഓപ്പറേഷൻ കോസ്റ്റ് കൂടുതലാണ്. നെക്സ്റ്റ് മെത്തേഡ് നോക്കാം. നെക്സ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് റിക്കവറി ആൻഡ് റീസൈക്ലിംഗ്. റിസോഴ്സസ് റിക്കവറി എന്ന് പറഞ്ഞാൽ യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ്, അതായത് യൂസ്ഫുൾ ആയിട്ടുള്ള ഡിസ്കാർഡഡ് ഐറ്റംസിനെ വീണ്ടും നെക്സ്റ്റ് യൂസിന് വേണ്ടി യൂസ് ചെയ്യുന്നു. അതായത് റിസോഴ്സസ് റിക്കവറി ഈസ് ദ പ്രോസസ് ഓഫ് ടേക്കിംഗ് യൂസ്ഫുൾ ഡിസ്കാർഡഡ് ഐറ്റംസ് ഫോർ എ സ്പെസിഫിക് നെക്സ്റ്റ് യൂസ്. ദിസ് ഈസ് കോൾഡ് റിസോഴ്സസ് റിക്കവറി. നെക്സ്റ്റ് വൺ ഈസ് റീസൈക്ലിംഗ്. It is the process of converting waste products into new product to prevent energy uses and consumption of fresh raw materials. അതായത് കൺവേർട്ട് പ്രൊഡക്റ്റ് ഇൻ ടു ന്യൂ വൺ. അതുമൂലം ആ ഉള്ള പ്രൊഡക്റ്റിനെ നമ്മൾ കൺവേർട്ട് ചെയ്തത് കൊണ്ട് തന്നെ അതിലേക്ക് വേണ്ടി വരുന്ന എനർജി നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ അതിന് വേണ്ടി നമ്മൾ ആ ന്യൂ പ്രൊഡക്റ്റിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിരിക്കുന്ന റോ മെറ്റീരിയൽസ് അതിൻ്റെ കൺസംഷൻ നമുക്ക് കുറയ്ക്കാൻ പറ്റും ഈ റീസൈക്ലിംഗ് മെത്തേഡ്. ആൻഡ് റെഡ്യൂസ്, റീയൂസ്, റീസൈക്കിൾ, ഇത് നമുക്ക് തീർത്തും പരിചയമായിട്ടുള്ള 3 വാക്കുകളാണ്. റെഡ്യൂസ് മീൻസ് ബൈ ലെസ് ആൻഡ് യൂസ്ലെസ്. അതുപോലെ തന്നെ നമ്മൾ കുറച്ച് ബൈ ചെയ്യുക, കുറച്ച് യൂസ് ചെയ്യുക. ഇതുമൂലം സോളിഡ് വേസ്റ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാൻ പറ്റും. റീയൂസ് എന്ന് വെച്ചാൽ ഡിസ്കാർഡഡ് ഐറ്റംസ് വീണ്ടും യൂസ് ചെയ്യുക. അതിൻ്റെ എലമെൻറ്റ്സ് ഓഫ് ഡിസ്കാർഡഡ് ഐറ്റംസ് ആർ യൂസ്ഡ് എഗെയിൻ ആൻഡ് എഗെയിൻ. ഇറ്റ് ഈസ് കോൾഡ് റീയൂസ്. ആൻഡ് റീസൈക്കിൾ, നമ്മൾ റീസൈക്കിൾ നേരത്തെ പറഞ്ഞു. ദ ഡിസ്കാർഡഡ്
discards are separated into new material that may be incorporated into new products. സെപ്പറേറ്റ് ഐറ്റംസ് യൂസ് ചെയ്ത് ന്യൂ മെറ്റീരിയൽസ് ഉണ്ടാക്കുന്നു റീസൈക്ലിങ്ങിലൂടെ. നമുക്കിനി സോളിഡ് വേസ്റ്റിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് നോക്കാം. സോളിഡ് വേസ്റ്റ് നമ്മൾ പുറത്ത് എറിയുന്ന മൂലം പൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്നു. ലൈക്ക് ഇപ്പോൾ നമ്മൾ ആ സോളിഡ് വേസ്റ്റ് ഓപ്പൺ വാട്ടർ വേയിലോ അല്ലെങ്കിൽ ഹൈവേയിലൊക്കെയാണ് ത്രോ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ഒരു മഴക്കാലം വന്നാൽ തന്നെ അറിയാം എത്രത്തോളം വേസ്റ്റുകളായിരിക്കും പൊന്തി വരിക എന്നുള്ളത്. ഒരു ടൗൺ ഏരിയയിലൊക്കെ പോയി നോക്കിയാൽ തന്നെ ഒരു പ്രളയം എന്നല്ല, ജസ്റ്റ് ഒരു മഴ പെയ്തിട്ട് വെള്ളം ഇറങ്ങിയാൽ തന്നെ ഈ വേസ്റ്റുകളൊക്കെ കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. രണ്ടാമത്തെന്ന് വെച്ചാൽ കോസ് ആൻഡ് എഫക്റ്റിൽ വരുന്നത് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ബേൺ ചെയ്യുന്ന സമയത്ത് അത് മനുഷ്യനെയും അതുപോലെ തന്നെ മൃഗങ്ങളെയും അതുപോലെ തന്നെ എൻവയോൺമെൻറ്റിനെയും അത് മോശമായ രീതിയിൽ ബാധിക്കുന്നു. ആൻഡ് മൂന്നാമത്തേന്ന് പറയുന്നത് ഈ വേസ്റ്റ് ഗ്രൗണ്ട് വാട്ടറിൽ ടോക്സിക് കലരാൻ ഇടയാക്കുന്നു. ഇത് മൂന്നുമാണ് ഇതിൻ്റെ കോസസ് ആൻഡ് എഫക്റ്റ്. ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് മെയിനായിട്ട് മൂന്നെണ്ണം പറയാം. കമ്പോസ്റ്റ് യുവർ വേസ്റ്റ്, റീസൈക്ലിംഗ് ബൈ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്. അതായത് കമ്പോസ്റ്റ് യുവർ വേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന വേസ്റ്റ് പ്രോപ്പർ മെത്തേഡ് യൂസ് ചെയ്ത് പ്രോപ്പർ രീതിയിൽ കമ്പോസ് ചെയ്യുക. കമ്പോസിഷൻ പ്രോസസ്സില്ലേ നമ്മൾ ഇത്രയും പറഞ്ഞ ഡിസ്പോസൽ മെത്തേഡ്, ആ രീതിയിൽ ചെയ്യുക. രണ്ടാമത്തത് റീസൈക്ലിംഗ്. നമ്മൾ പറഞ്ഞു റീസൈക്ലിംഗ് എന്താണെന്ന് നേരത്തെ പറഞ്ഞു. വീണ്ടും യൂസ് ചെയ്യുക, പ്രൊഡക്റ്റിനെ റീയൂസ്, റെഡ്യൂസ്, റീസൈക്കിൾ ഈ മെത്തേഡൊക്കെ ഫോളോ ചെയ്യുക. ആൻഡ് ബൈ എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സ്, അതായത് നമ്മൾ പ്ലാസ്റ്റിക് ഐറ്റംസൊക്കെ യൂസ് ചെയ്യുന്നത് കുറച്ച് എക്കോ ഫ്രണ്ട്ലി പ്രൊഡക്ട്സിലേക്ക് മാറുക. അപ്പോൾ അത് കുറച്ചുകൂടെ എഫക്റ്റീവ് ആയിരിക്കും. ഈ ഡിസ്പോസൽ മെത്തേഡിനേക്കാൾ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും ഈ മെത്തേഡ്. ഈ കോസ് ആൻഡ് എഫക്റ്റും സൊല്യൂഷനും പറഞ്ഞതിൽ ഇനിയും നമുക്ക് കുറേ പോയിൻ്റ് ആഡ് ചെയ്യാം. സോ നമുക്ക് ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്യാം ഏതൊക്കെ പോയിൻ്റ് ഇനിയും ആഡ് ചെയ്യാമെന്ന്. നിങ്ങളിൽ നിന്നും സജഷൻസ് സ്വീകരിക്കുന്നു. സോ അപ്പോൾ ഇത്ര നേരവും പറഞ്ഞത് സോളിഡ് വേസ്റ്റ് എന്താണെന്ന്, അതിൻ്റെ എക്സാമ്പിൾസ് പറഞ്ഞിരുന്നു. വേസ്റ്റ് ടയേഴ്സ് അങ്ങനത്തെ എല്ലാം, റബ്ബിഷ്, ഗാർബേജസ്, ഇതൊക്കെയാണ് അതിൻ്റെ വേസ്റ്റ്. പിന്നെ ടൈപ്സ് ഓഫ് സോളിഡ് വേസ്റ്റ് 3 തരത്തിൽ പറഞ്ഞു. മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ്, ഹസാഡസ് വേസ്റ്റ് ആൻഡ് ബയോമെഡിക്കൽ വേസ്റ്റ്. ആൻഡ് ഇതിൻ്റെ മെത്തേഡ് ഓഫ് ഡിസ്പോസൽ നമ്മൾ 5 മെത്തേഡാണ് ഡിസ്കസ് ചെയ്തത്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ സോളിഡ് വേസ്റ്റ് ഓപ്പൺ ബേണിംഗ്, സോളിഡ് സീ ഡംപിംഗ് പ്രോസസ്, ലാൻഡ് ഫിൽസ്, ഇൻസിനറേഷൻ മെത്തേഡ്, റിക്കവറി ആൻഡ് റീസൈക്ലിംഗ്, ഇത്രയും പറഞ്ഞു. പിന്നെ ഇതിൻ്റെ കോസ് ആൻഡ് എഫക്റ്റ് ആൻഡ് ഇതിനുള്ള സൊല്യൂഷനും പറഞ്ഞു. താങ്ക് യു.